ഭാര്യമാരെ വായിച്ചേ 3:1. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. ഭാര്യയോട് പറയാണ് ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. അവരിൽ വല്ലവരും ഇവിടെ ദൈവകൃപയാൽ എല്ലാവരും ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്ന ഭാര്യമാരായി ഇവിടെ ഉള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുക. അല്ലാത്ത വല്ലവരും ഉണ്ട് കീഴടങ്ങണം. അത് ഒരു ഉപദേശം പോലെ പറയുക. പിന്നെ ദൈവത്തിന് അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് നിങ്ങളുടെ ഭർത്താവ് ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവനോട് സുവിശേഷം പറയാൻ 10 ഉപദേശിമാരെ ഒന്നും വീട്ടിൽ വരുത്തണ്ട. മറിച്ച് നിന്റെ നിർമ്മലമായ നടപ്പ് കണ്ട് അവനും നിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരും. വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. നിന്റെ നടപ്പും ഇരിപ്പും സംസാരവും ഭാവവും പൊങ്ങച്ചം കാണുമ്പോഴല്ല, എളിമത്വവും താഴ്മയൊക്കെ കാണുമ്പോൾ ഇവള് ഇങ്ങനായേ, ഇവള് വിളിക്കുന്ന ദൈവത്തെ എനിക്കൂടൊന്ന് വേണമല്ലോ എന്ന് ഭർത്താവ് പറയുമെന്നാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയാം നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. അപ്പൊ സ്ഥലം വെളിപ്പെടുത്തുക. നിങ്ങൾ എന്ന് പറഞ്ഞ തലമുടി ചീകലെന്നല്ല, മിണ്ടുന്നില്ല. തലമുടി ചീകുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല. സൗമ്യത, സാവധാനതയുള്ള മനസ്സ്. അടുത്തിരിക്കുന്ന ആളെ നോക്കി വിചാരം. സാവധാനതയുള്ള മനസ്സ്. ആന്റിമാര് കൂടുതൽ പറഞ്ഞു സാവധാനതയുള്ള മനസ്സ്. ആന്റിമാരെ സംബന്ധിച്ച് ഒരു സാവധാനതയില്ലാത്തവരാ. സ്തോത്രം. ഭർത്താവ് എന്തേലും പറഞ്ഞ് അമ്പും വില്ലും എടുത്തുകൊണ്ട് നിൽക്കരുത്. ഒരു സാവധാനതയൊക്കെ വേണം. ദൈവത്തിന് സ്തോത്രം. ആമീൻ. ഒരു മനുഷ്യൻ വഴി വെച്ച് നടന്നു പോയപ്പോൾ അദ്ദേഹം കവലയിൽ നിന്ന് ഒരാളുമായിട്ടൊരു വാക്കേറ്റം ഉണ്ടായി. അപ്പോൾ ഉടനെ അയാളെ പിടിച്ച് ഒരാൾ തെള്ളി. വീട്ടിൽ വന്ന് ഭാര്യയോട് പറഞ്ഞു, എന്തോ പറയാൻ, അപ്പുറത്തെ രാജേഷ് എന്നെ പിടിച്ച് തെള്ളി. അപ്പോൾ ചോദിക്കരുത്, സ്തോത്രം, നിങ്ങളാണോ? നിങ്ങൾ ധൈര്യം കൊണ്ട് ചെന്ന് അവനെ തിരിച്ചു തള്ളിയച്ച വീട്ടിൽ കയറാവും. നിങ്ങളുടെ ഭർത്താവെന്ന്, നിങ്ങൾ എൻ്റെ ഭർത്താവെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം കൊള്ളണമെന്നൊക്കെ പറഞ്ഞ് ഇളക്കി വിടരുത്. സാവധാനത വേണം. സ്തോത്രം. ഒരു കൊച്ചു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ചില കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസം മുമ്പേ പ്രസംഗിച്ച് കടിക്കണമെന്നും പറഞ്ഞു വരും. അല്ലയോ, നിന്നെ കടിക്കണമെന്ന് പറഞ്ഞ് അടുക്ക വരുമ്പം പുള്ളി അങ്ങ് മറന്നു പോകുന്ന പൊതുവെയുള്ളൊരു വെപ്പ്. ഞാൻ നിങ്ങളോട് പറയുക, ചിലതൊക്കെ മറക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ പോട്ടെ, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതുമല്ല, സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന് അക്ഷയഭൂഷണമായ. ഞാൻ താഴോട്ട് വായിക്കുന്നില്ല. പിന്നെ സാറ അബ്രഹാമിനെ വിളിച്ച കാര്യവും അടൗണായി യജമാൻ ഇതൊക്കെ പറഞ്ഞു വെച്ച് താഴോട്ട് വന്ന് ഒരു കാര്യം പറയുക. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം. യഥാർത്ഥ ഭാഷാന്തരം ജീവനെ ആഗ്രഹിക്കുക, നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ 2 കാര്യം ശ്രദ്ധിക്കണം ജീവിതത്തിൽ. അതാണ് ഇന്ന് സഭയിലുള്ള സന്ദേശം. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ദോഷം ചെയ്യാതെ നിന്റെ നാവ് കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം ചെയ്യാതെ സൂക്ഷിച്ചോണം. എന്നാലേ നിനക്ക് നന്നായി ജീവിക്കാനൊക്കൂ, നിനക്കൊരു ശുഭകാലം ഉണ്ടാകും. 2, വ്യാജം പറയാതെ നിന്റെ അധരത്തെ അടക്കണം. എന്നാലേ നിനക്ക് നന്നായി ജീവിക്കാൻ പറ്റൂ, എന്നാലേ നിനക്കൊരു ശുഭകാലം ഉണ്ടാകത്തുള്ളൂ. സ്തോത്രമൊക്കെ പോയല്ലോ. സ്തോത്രം പോയാലും ഇന്ന് പ്രസംഗിക്കാൻ തയ്യാറായാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സ്തോത്രം. ഒരു രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നന്നായി ജീവിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടോ നന്നായി ജീവിക്കണോ? സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നന്നായി ജീവിക്കണമെന്ന് പറ.